പിങ്ക് ട്യൂസ്ഡേ എന്ന പേരിലായിരുന്നു ബോധവൽക്കരണ ദിനാചരണം. സ്കൂൾ അങ്കണത്തിൽ പിങ്ക് റിബൺ ആകൃതിയിൽ അണിനിരുന്ന വിദ്യാർത്ഥികൾ ക്യാൻസർ ബോധവൽക്കരണ വഴിയിൽ കുവൈത്തിലെ ഇതര ഇന്ത്യൻ സ്കൂളുകൾക്ക് മാതൃകയായി. വിദ്യാർത്ഥികളും ഭൂരിഭാഗം അധ്യാപകരും പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളും പിങ്ക് റിബണും അണിഞ്ഞായിരുന്നു സ്കൂളിലെത്തിയത്. കുട്ടികളിലൂടെ അർബുദ ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പ്രിൻസിപ്പൽ ശാന്ത മറിയ ജെയിംസ് പറഞ്ഞു. Life skill learning for the life, and our focus and our aim is these children pass on this message about breast cancer detection, awareness and future treatment to one member in their family or in the neighborhood every week. കുവൈത്ത് ക്യാൻസർ സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുജോബന സുജിത് നായർ ധനാർബുദത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. ഇതുപോലെ 20 സ്കൂൾസിനിടയിൽ ഞങ്ങളുടെ സ്കൂളാണ് ഇവിടെ പിങ്ക് ട്യൂസ്ഡേ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾ റിയലി വി ആർ ഹാപ്പി, കാരണം ഈ സ്കൂളിലെ ഒരു പാർട്ടാണ് ഞങ്ങൾ. ബിക്കോസ് ഇതുപോലെ ഒരു പിങ്ക് ട്യൂസ്ഡേ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് വി ആർ അവെയർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജ് പോലെ ഒരു ഷോ ഇവർ ഈ പ്രോഗ്രാം അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അവെയർ ആവും. അത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ കൊല്ലം 6 months കൂടി ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കുവൈത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സ്കൂൾ ക്യാൻസർ ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. അബ്ബാസിയിലെ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ അൻവർ സാദത്ത് തലശ്ശേരിക്കൊപ്പം മുനീർ അഹമ്മദ്.